ഇത് ഞങ്ങൾ ഈസ്റ്ററിന് ഇവിടെ ഈസ്റ്റർ തീമിൽ ഇറങ്ങുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇവിടെ ഈസ്റ്ററിന് പർച്ചേസിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാണ്. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ടും ഇവിടെ എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമുള്ളതുകൊണ്ടും ഞങ്ങൾ 3 പാക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാവേ. ഇത് ഫെറാറ റോഷറിൻ്റെ ആണ് കേട്ടോ. ഇതെങ്ങനെ ഇരിക്കും നമുക്ക് ഒരെണ്ണം തുറന്ന് നോക്കാവേ. ചോക്ലേറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊരു കപ്പ് കേക്കിൻ്റെ ഷേപ്പാണ് കേട്ടോ. എഗ്ഗല്ല, കപ്പ് കേക്ക് പോലെ ഇരിപ്പുണ്ടത് ഇതിൻ്റെ ഉള്ളിൽ. കപ്പ് കേക്കായിട്ടാണ് തോന്നുന്നത്. അത് നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്യാമേ. ഇത് മോസ്റ്റർ റോത്ത് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ്. അത് കറക്റ്റ് എഗ്ഗിൻ്റെ ഷേപ്പ് തന്നെയാണ്. എഗ്ഗ് ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്നത്. അത് നമുക്ക് തുറന്ന് നോക്കാം. അതിൽ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ഡിസൈനൊക്കെ ഉണ്ട്. പക്ഷേ എഗ്ഗിൻ്റെ ഷേപ്പിൽ, കറക്റ്റ് എഗ്ഗിൻ്റെ ഷേപ്പിലാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ കിറ്റ്കാറ്റ്. കിറ്റ്കാറ്റിന് എങ്ങനെയാണെന്ന് എഗ്ഗിൻ്റെ ഷേപ്പ്. കുട്ടി എഗ്ഗ്. ഇത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. അത് എടുത്തത്. പിന്നെ 2 ലൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമുക്കിത് 3 ടേസ്റ്റ് ചെയ്തിട്ട് ഏതാണ് നല്ലതെന്ന് നമുക്ക് നോക്കാവേ. അപ്പം നമ്മൾ മോനെ വിളിക്കാം. മോന് ചോക്ലേറ്റ്സ് ഭയങ്കര താല്പര്യമാണ്. സോ മോനെ വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാവേ. ചോക്ലേറ്റ് ഇത് കഴിച്ചിട്ട് റാങ്കിങ് പറയണേ. ഫസ്റ്റ് ഏത് നിനക്ക് ഇഷ്ടപ്പെട്ടത്? ഫെറാറ റോഷർ. ഫസ്റ്റ് ഏതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? സെക്കൻഡ്, തേർഡ്? 3 കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ചെറുതായിട്ട് കഴിച്ചാൽ മതി, ഇങ്ങനെ മൊത്തത്തിൽ കഴിക്കണ്ട. ഫസ്റ്റ് ഏത്, സെക്കൻഡ് ഏതെന്ന് പറയും. സെക്കൻഡ് ഏത്, തേർഡ് പറയും. ഫസ്റ്റ് കിറ്റ്കാറ്റ്, സെക്കൻഡ് ഫെറാറ റോച്ചർ, തേർഡ് മോസ്റ്റർ റോത്ത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിറ്റ്കാറ്റാണ് കേട്ടോ മോൻ പറഞ്ഞേക്കുന്നത്. കിറ്റ്കാറ്റാണ് നന്നായിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ ക്രഞ്ച് ആയിട്ടുള്ള എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവന് ഇത് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഫെറാറ റോഷറാണ്. തേർഡാണ് ഇത് പറഞ്ഞേക്കുന്നത്. തേർഡ് ഇത് ജർമ്മൻ ബ്രാൻഡാണ് കേട്ടോ.